നമസ്കാരം. ഉത്തരത്തിലേക്ക് സ്വാഗതം. കേന്ദ്രത്തിൽ അതിശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് BJP. ആ പാർട്ടിയുടെ കേരള സംസ്ഥാന ഘടകത്തിലെ ഗ്രൂപ്പ് വടംവലിയിലും ചേരിപ്പോരിലും പിടിച്ചു നിൽക്കാനാകാതെ പാലക്കാട് നഗരസഭാ ചെയർപേഴ്സനെ രാജിവെക്കേണ്ടതായി വന്നു. കേരളത്തിലെ BJP ഗ്രൂപ്പ് രാഷ്ട്രീയം ഇന്നെത്തി നിൽക്കുന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പാലക്കാട്ടുണ്ടായത്. ഏറിയും കുറഞ്ഞും എല്ലാ ജില്ലകളിലെയും പൊതുസ്ഥിതിയും ഈ വിധത്തിൽ തന്നെയാണ്. തെരഞ്ഞെടുപ്പ് വേളകളിൽ എതിർചേരിയിലെ നേതാക്കളെ കാലുവാരി തോൽപ്പിക്കാനുള്ള നീക്കം വരെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ നടത്തിയിട്ടുണ്ടെന്ന പരാതി പലതവണ കേരളത്തിൽ നിന്നും കേന്ദ്ര നേതൃത്വത്തിന് ലഭിച്ചിട്ടുണ്ട്. മുൻനിരയിൽ തിളങ്ങി നിന്നിരുന്ന പല നേതാക്കളും ഈ വിധം ഗ്രൂപ്പ് രാഷ്ട്രീയ വടംവലികളുടെ ഇരകളായി മാറി നിൽക്കുന്ന സാഹചര്യം വരെ ഇന്ന് കേരളത്തിലുണ്ട്. സ്വന്തം സഹപ്രവർത്തകരെ വിശ്വാസത്തിലെടുക്കാതെ പാർട്ടി പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നവർക്ക് എങ്ങനെയാണ് രാഷ്ട്രീയ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുക എന്ന ചോദ്യം ഏറെ പ്രസക്തമാണ്. കോടിക്കണക്കിന് രൂപ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കായി കേരളത്തിൽ ഒഴുക്കിയിട്ടും കേരളത്തിൽ താമര വിരിയാതെ പോകുന്നതും ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. നിയമസഭയിൽ ഉണ്ടായിരുന്ന ഒരു സീറ്റ് നഷ്ടപ്പെടുത്തിയ ഒരു പാർട്ടിയാണ് കേരളത്തിലെ BJP. കേരളത്തിലെ ഈ ഗ്രൂപ്പ് രാഷ്ട്രീയ വാഴ്ചയെ അതീവ ഗൗരവത്തോടു കൂടിയാണ് ദേശീയ നേതൃത്വം വീക്ഷിക്കുന്നത്. മുൻപൊന്നുമില്ലാത്ത വിധത്തിൽ അനുകൂലമായ ഒട്ടേറെ സാഹചര്യങ്ങൾ ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നുവെന്നും അതൊന്നും ഗുണകരമായി വിനിയോഗിക്കാൻ സംസ്ഥാന നേതൃത്വം തയ്യാറാകുന്നില്ലെന്നുമാണ് ദേശീയ നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ. കേന്ദ്ര പദ്ധതി പലതും ഇവിടെ സംസ്ഥാന സർക്കാർ അവരുടേതായി മാറ്റി ക്രെഡിറ്റ് എടുക്കുമ്പോൾ ഇത് കേന്ദ്ര പദ്ധതിയാണ് എന്ന് പൊതുജനങ്ങളെ പറഞ്ഞു മനസ്സിലാക്കിക്കാൻ പോലും സംസ്ഥാന ഘടകത്തിന് കഴിയാതെ പോകുന്നു എന്നുള്ളതാണ്. പരസ്പരം നേതാക്കളെ വെട്ടിയൊതുക്കുന്ന പ്രവണത അവസാനിപ്പിക്കാതെ BJPക്ക് കേരളത്തിൽ കരുത്ത് തെളിയിക്കാൻ കഴിയില്ലെന്നാണ് ദേശീയ നേതൃത്വം മനസ്സിലാക്കിയിരിക്കുന്നത്. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ഒരു BJP പ്രതിനിധിയെങ്കിലും ലോക്സഭയിൽ എത്തിക്കാൻ സംസ്ഥാന നേതൃത്വത്തിന് കഴിയണമെന്ന് കർശന താക്കീതാണ് ദേശീയ ജനറൽ സെക്രട്ടറി ഡോക്ടർ രാധാമോഹൻദാസ് അഗർവാൾ MP നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരള സന്ദർശനത്തിന് മുന്നോടിയായി തൃശ്ശൂരിൽ നടന്ന BJP സംസ്ഥാന നേതൃയോഗം ഉദ്ഘാടനം ചെയ്യാനെത്തിയ ഡോക്ടർ രാധാമോഹൻദാസ് അഗർവാൾ MP കേരളത്തിലെ BJP നേതൃത്വത്തിനെതിരെ അതിനിശിതമായ വിമർശനമാണ് നടത്തിയത്. കേരളത്തിലെ BJP നേതൃനിരയിൽ നിലനിൽക്കുന്ന പടലപ്പിണക്കത്തെയും ഗ്രൂപ്പ് രാഷ്ട്രീയത്തെയും എത്ര ഗൗരവത്തോടെയാണ് ദേശീയ നേതൃത്വം വീക്ഷിക്കുന്നുവെന്നതിൻ്റെ വ്യക്തമായ ഉദാഹരണമായി മാറുകയായിരുന്നു തൃശ്ശൂരിൽ നടത്തിയ ആ വിമർശനം. BJP നേരിടുന്ന വെല്ലുവിളി BJPക്കുള്ളിൽ നിന്ന് തന്നെയാണെന്ന് നരേന്ദ്രമോദി ചൂണ്ടിക്കാണിച്ചത് ഏറ്റവും നന്നായിട്ട് യോജിക്കുന്നത് കേരളത്തിനാണെന്ന് വ്യക്തമാണ്. കേരളത്തിൽ പാർട്ടി നേരിടുന്ന വെല്ലുവിളി എന്താണെന്ന് നേതാക്കളോട് പരസ്യമായി ചോദിച്ചപ്പോഴും മറുപടി നൽകാൻ കഴിയാതെ ഇരിക്കുകയായിരുന്നു സംസ്ഥാന നേതാക്കൾ. വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 5 മണ്ഡലങ്ങളിലെങ്കിലും നിർണായക ശക്തിയായി മാറാൻ BJPക്ക് കഴിയണം. ഒരു സീറ്റിലെങ്കിലും വിജയിക്കണം. ദേശീയ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിന് നൽകിയ നിർദ്ദേശമാണിത്. ശക്തമായി പ്രവർത്തിച്ച് ഗ്രൂപ്പ് രാഷ്ട്രീയം മാറ്റിവെച്ച് എല്ലാ ജനവിഭാഗങ്ങളുടെയും പിന്തുണ ആർജിക്കാൻ കഴിഞ്ഞാൽ തൃശ്ശൂർ മണ്ഡലത്തിൽ ഏറെ വിജയസാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ. മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലും കഴിയുമെന്ന് കേന്ദ്ര നേതൃത്വം കരുതുന്നു. പക്ഷേ അതിനനുസരിച്ച് കേരളത്തിലെ BJP ഘടകം വഴങ്ങുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അറിയേണ്ടിയിരിക്കുന്നത്. ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു.